മേജർ രവി ചേർന്നു. ശ്രീ മേജർ രവി, നമ്മൾ കുറേയധികം നാളുകളായി ചോദിക്കുകയാണ്, രാജ്യം നേരിട്ട പരമമായ കൊടിയ വേദനയ്ക്ക് എപ്പോഴാണ് നമ്മുടെ മറുപടി എന്ന് ചോദിക്കുകയാണ്. ആ മറുപടി രാത്രി ഉണ്ടായിരിക്കുന്നു മേജർ രവി. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അതിന്റെ പേര്. കൂടുതൽ വിവരങ്ങൾ വരുന്നു. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന മണിക്കൂറുകളാണ് മേജർ രവി. ആക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും രാജ്യത്തിന് അഭിമാനിക്കാവുന്ന തന്നെയാണ്. ഇത് ആലോചിച്ചുകൊണ്ടിരുന്നു അന്ന് ആവശ്യമായിട്ട് ഞാൻ അവിടുന്ന് പേർഗാമിലുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഞാനെന്താ പറഞ്ഞത്, ഇത് മാക്സിമം ഇതിന്റെ ഇമ്പാക്ട് വരാൻ പോകുന്നത് പൂഞ്ച് രജോറി സെക്ടറിന് താഴത്തോട്ടായിരിക്കും. അതാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. കാരണം ഈ അടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇവരുടെ ആർട്ടിലറി ഗൺ പൊസിഷൻസും അതുപോലെ തന്നെയുള്ള പട്ടാള സന്നാഹങ്ങളും റെഡിയായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ആ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കതിലുള്ള ഏറ്റവും വലിയൊരു ഷോക്കാണ്. ഇപ്പം ഈ പണ്ടും സിയാൽകോട്ടും മുരീഫ്കെ ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ബിംബർ, ഈ ബിംബർ വരയ്ക്ക് ആർമഡിന്റെ പോലും മൂവ്മെന്റ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ആർമഡ് ടാങ്കുകളും മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ബിംബറിൽ പോലും. ആ ബിംബർ പിന്നെ അപ്പുറത്തോട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനവാസമുള്ള സ്ഥലങ്ങളാണ്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളം ആളുകളെ ഒഴിപ്പിച്ചതും ബങ്കറുകളിലോട്ട് മാറ്റിയതും എല്ലാം ഇവിടെയാണ്. അപ്പൊ ഇപ്പത്തെ ഈ അടി കറക്റ്റായിട്ടുള്ള അടിയാണ്. ഇത് എവിടേക്കാണ് അവർ പറഞ്ഞല്ലോ, നമ്മൾ അമൃത്സറിൽ അടിക്കുമെന്ന് പറഞ്ഞായിരുന്നു അന്ന്. ആദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം അവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. എവിടുന്ന് നിങ്ങൾ അമൃത്സറിനെ അടിക്കുന്നു അവിടെ തന്നെയാണ് അടി കൊടുത്തിരിക്കുന്നത്. അതാണ് മുരീഫ്കെ. അപ്പോ ഇപ്പോഴത്തെ കറക്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് ഇത് ചെയ്തിരിക്കുന്ന കൃത്യമായിട്ട്. ശ്രീ മേജർ രവി, നമുക്കിപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ചെയ്തത് നമ്മുടെ പാവങ്ങളായ, അങ്ങേയറ്റം നിരായുധരായ, നിഷ്കളങ്കരായ, അവിടെ കളിക്കാനും ചിരിക്കാനും മാത്രം പോയ ആൾക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ആൾക്കാർക്കെതിരെ നമ്മുടെ മറുപടി, ആ മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ രാജ്യമല്ലല്ലോ ശ്രീ മേജർ രവി. ആ മറുപടിയിൽ അവർ അടങ്ങേണ്ടതാണ്. അതോ അവർ ഇനിയും എന്തെങ്കിലുമൊക്കെ സാഹസത്തിന് മുതിരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ മേജർ രവി? ഇല്ല, ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവരുടെ പ്രൊവക്കേഷൻ എന്തായാലും ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്ന സമയത്ത് ഇവന്മാർ ഇത്രയും വീരവാദങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചെറുതായിട്ടുള്ള, പക്ഷെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള റിട്ടാലിയേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അത് ഭീകരമായിരിക്കും ഇപ്പുറത്തും പോകുന്നത്. ബിക്കോസ് ഈ പോയിരിക്കുന്ന മുഴുവൻ നമ്മുടെ ആർട്ടിലറി ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചും എല്ലാം തയ്യാറായിട്ട് രജിസ്റ്റേർഡ് ടാർഗറ്റ്സ് ആണ് ഇതൊക്കെ. രജിസ്റ്റേർഡ് ടാർഗറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പീസ് ടൈമിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെയാണ് വൾനറബിൾ ആയിട്ടുള്ള പൊസിഷൻസ്, എവിടെ അടിച്ചാലാണ് ഇവർക്ക് ഏറ്റവും അധികം ആഘാതം ഉണ്ടാവുക എന്നുള്ളതെല്ലാം നമ്മൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ ടാർഗറ്റുകളെ മുഴുവൻ നമ്മൾ ഗ്രിഡ് ഡിഫറൻസ് വെച്ചിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണുകൾക്ക്, ഈ ആർട്ടിലറി അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഗണ്ണുകൾ യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഈ ടാർഗറ്റിന്റെ വിവരങ്ങൾ കൊടുത്തിരിക്കും. അത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം പെട്ടെന്ന് അവിടുന്ന് ബൈ ചാൻസ് ഒരു അടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സന്നാഹവും വെച്ചിട്ട് കറക്റ്റ് സ്ഥലത്താണ് ഈ അടിച്ചിരിക്കുന്നത്. അമൃത്സറിന്റെ ഓപ്പോസിറ്റും പട്ടാൻകോട്ടും കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ ജമ്മു സെക്ടറിലേക്കാണ് മുകളിലോട്ടങ്ങ് പോയിരിക്കുന്നത്. ശ്രീ മേജർ രവി, ഇവിടെ ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയിലാണ്. നമ്മൾ അതിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ അതിനടുത്ത് ഏതാണ്ട് അടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ പ്രവിശ്യ അല്ലെങ്കിൽ ഒരു പട്ടണം എന്ന് പറയുന്നത് മുൾട്ടാനാണ്. അപ്പോൾ നമ്മൾ മുൾട്ടാൻ എന്ന പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട മേഖല കൂടിയാണ്. അപ്പോൾ അതിനടുത്തേക്ക് നമ്മൾ ആക്രമിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഏറെ അകത്തേക്ക് കയറി നടത്തിയ ഒരു സൈനിക നടപടി, ഒരു ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷനാണ്. അപ്പോൾ ആ നിലയിൽ ഇത് അങ്ങേയറ്റം കൃത്യതയുള്ള ഒരു ആക്രമണം കൂടിയാണ്. കാരണം അതിർത്തി കടന്ന് അത്രയും ദൂരം പോയി കൃത്യമായി ലക്ഷ്യം ഭേദിച്ച് അതിൽ ഈ പറയുന്ന ലഷ്കർ, ജെയ്ഷെ ക്യാമ്പുകൾ, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ വളരെ കൃത്യതയോടെ ആക്രമണം നടത്തി തിരികെ വന്നു എന്ന് പറയുന്നത് നമ്മളുടെ സേനയുടെ ഒരു വലിയ ഒരു ശേഷിയുടെ പ്രകടനം കൂടിയാവുകയാണല്ലേ? ഇതിന് ഇന്നലെ പോലും പലരും ചോദിച്ചൊരു ചോദ്യത്തിനുള്ള വലിയൊരു മറുപടിയാണ്. എവിടെ പോയി 4 പേര്, അവരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, രാജ്യത്തിന് അഭിമാനം, ഇതൊക്കെ ഒരു പൊളിറ്റിക്കലി ചുവയുള്ള ആളുകൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഈ കാണുന്നത്. കാരണം വെച്ചാൽ ആ 4 പേരല്ലായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ആ 4 പേരെ ആരയച്ചോ അവരായിരുന്നു ടാർഗറ്റ്. ആ 4 പേർക്ക് അയച്ചവർക്കുള്ള ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലേ പറഞ്ഞു, ഇപ്പം എവിടെയൊക്കെ അടിച്ചിട്ടുണ്ടോ അവിടുന്ന് തിരിച്ചിവരടിക്കുക. ഇതിലിപ്പം പോയിട്ടുള്ള കംപ്ലീറ്റ് ഏരിയ കാണുന്നത് നമുക്ക് ആർട്ടിലറി ഗണ്ണിന്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് ആർമി അടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ പ്ലാനിങ് ആയിരുന്നു ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് നടന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാട്ടുകരുതി 4 പേരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അവരെ ജീവനോടെ പിടിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ എന്ത് തന്നെയായാലും ശരി, ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ ആക്കുന്നതുള്ളൂ. നമ്മൾ ആ വികാരം
ജനങ്ങളുടെ വികാരത്തിനെ ശരിക്കും മാനിച്ചിട്ടുണ്ട്. ഈ മുൾട്ടാൻ ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ മിലിറ്ററി ഏരിയ ആണത്. അതെ അതെ അതെ. മുൾട്ടാൻ ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് പോലുള്ള ഒരു സ്ഥലമാണ്. അത്രയും വലിയ നമുക്കുള്ള പല കന്റോൺമെന്റുകളെ പോലെയും ഉള്ള അതും വളരെ അകത്തോട്ട് കയറിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതാണ് ശ്രീ മേജർ രവി, ബഹാവൽപൂരിൽ നിന്ന് മുൾട്ടാനിലേക്കുള്ള ദൂരം നമ്മൾ ഈ മാപ്പിൽ നോക്കുമ്പോൾ അധിക ദൂരമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ നടത്തിയത് ചെറിയ നീക്കമൊന്നുമല്ല, വമ്പൻ നീക്കമാണ് ഇത്. ഇവിടെ നിന്ന് പോവുക, അവിടെ പോയി ലക്ഷ്യം ഭേദിക്കുക. മുൾട്ടാന് തൊട്ടടുത്താണ് അത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഈ പറയുന്ന ഈ കമിൽക്കസെ ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഒരു പക്ഷേ അത് ഔദ്യോഗികമായി പറയേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത് ഇതിലൊരു വളരെ തന്ത്രപ്രധാന കേന്ദ്രമാണ്. ഈ ഭീകര സംഘടനകളുടെ പാലുട്ടി വളർത്തുന്ന ഒരു വലിയ കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ ദീർഘകാലമായി നമുക്ക് തലവേദനയായിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രത്തിന്റെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അടിച്ച് തകർത്തിരിക്കുന്നത് ഈ ഏർലി മോർണിംഗിൽ. അത് പറയുമ്പോഴാണ് ഇപ്പം ഇത് ഈ മുൾട്ടാൻ ഏരിയയിലെ ബാഗൽപൂരിൽ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാക്കാം. ശ്രീഗംഗാനഗർ, അതുപോലെ തന്നെയുള്ള ഹനുമാൻഗഡ്, ഈ ഏരിയ എല്ലാം ഇവിടേക്കാണ് നമ്മുടെ ഈ ആർമഡ് ഫോഴ്സസിന്റെ ഒരു പവർ കാണിക്കാൻ പറ്റുന്ന സ്ഥലം. ഇതെല്ലാം അങ്ങോട്ടൊരു ഡിസർട്ട് ഏരിയ പോലെയാണ് ഈ കാണുന്നത്. ഇത് പഞ്ചാബിന്റെ ഇതില്ല, ഇതൊരു രാജസ്ഥാൻ പ്രവിശ്യയുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണത്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, ഈവൻ ആർമഡ് അടക്കം സജ്ജമായിട്ടുള്ള ഒരു അടിയാണ്, ആർട്ടിലറി ആൻഡ് ആർമഡ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഒരു യുദ്ധത്തിന് നിങ്ങൾ വന്നാൽ ഇനി ഇതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ടങ്ങ് തരും എന്നുള്ള ഒരു ശരിയായിട്ടുള്ള വാണിങ്ങോട് കൂടിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ ആർമഡ് റെഡിയാണ്, ആർട്ടിലറി റെഡിയാണ്, എയർ റെഡിയാണ്, കടലും റെഡിയാണ്, എല്ലാരും കൂടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അപ്പൊ ഇന്നിപ്പോ വേറൊരു സംഭവം കൂടെ നോക്കി നോക്കും, ഇന്നൊരു മോക്ക് ഡ്രിൽ ഉണ്ടാവും എന്നുള്ളൊരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള വേറൊരു കളി. ഈ ബോർഡർ ഏരിയയിൽ മുഴുവൻ ഇന്ന് മോക്ക് ഡ്രില്ലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു ഓൾറെഡി. ഇവിടെ കേരളത്തിലൊന്നും അതിന്റെ ഒരു ഇമ്പാക്ട് അറിയില്ലെങ്കിലും പഞ്ചാബ്, കാശ്മീർ, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഈ ഏരിയയിൽ മുഴുവൻ മോക്ക് ഡ്രില്ലിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ആ മോക്ക് ഡ്രില്ലിന്റെ പ്രിപ്പറേഷൻ ആവുന്ന സമയത്താണ് ഈ ജനങ്ങളെ കോഴിപ്പിക്കലും കാര്യങ്ങളും ഇതിന്റെ എല്ലാം വാണിങ്ങും ഇതെല്ലാം സംഭവം നടക്കുന്നത്. അപ്പോ ബാവൽപൂർ വരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ കൂടുതലൊരു ഉത്തരം അവർക്ക് കൊടുക്കാനില്ല. നീ വന്ന് ഞങ്ങളുടെ ഇവിടെ വന്നിട്ടൊരു 28 നിരായുധരെ നിങ്ങൾ നിന്ന് അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ 28 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പൊട്ടിക്കുന്നത്. അതിപ്പോ 28 ഇല്ലെങ്കിലും അതിന് ഏകദേശം അത്രത്തോളമൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ കൊടുത്തിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ രാത്രിയിൽ എന്നെ വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിപ്പോയി നിങ്ങൾ വിളിച്ചപ്പോൾ. അല്ല, ഈ രാത്രിയിൽ മേജർ രവിയെ പോലെ ഒരു ധീര സൈനികന് ഉറങ്ങാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണി വിളിച്ചപ്പോ പെട്ടെന്നാണ് എനിക്ക് ഓർത്തത്, അയ്യോ ഉണ്ട്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ രാത്രിയിൽ ആ പട്ടാള ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അത് കാർഗിൽ സെക്ടർ മുതൽക്ക് താഴത്തോട്ട് ഇങ്ങോട്ടുള്ള പട്ടാളക്കാർ എല്ലാവരും ജാഗരൂകരായിട്ട് ആ അസലി ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അസലി ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഓർഡർ ഏത് സെക്ടറിൽ അടിക്കണം എന്നുള്ളത്. അപ്പൊ ആ അടികൾ കണ്ടിന്യൂസ് ചെയ്യാൻ അവിടുന്ന് ചെറിയൊരു പ്രൊവോക്കേഷൻ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബോംബാർഡ്മെന്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇനി എന്ത് വേണമെന്ന് പാകിസ്ഥാന് തീരുമാനിക്കാം അല്ലേ? അവർക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായിരുന്നു, ആ നീറ്റൽ പൂർണ്ണമായി അടങ്ങില്ല. അതിന് കാരണം നമ്മുടെ നഷ്ടമായ നമ്മുടെ പാവം 26 പേരാണ്. ആ വേദന പൂർണ്ണമായി മാറില്ലെങ്കിൽ കൂടിയും എന്താണ് നീതി നടപ്പായി എന്നൊരു ബോധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉറങ്ങാം. പക്ഷേ മേജർ രവി, ഇവിടെ നമ്മൾ നേരത്തെ പുൽവാമയിലെ തിരിച്ചടിയിൽ ഈ ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് അങ്ങനെ കാര്യമായി വന്നിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, ഇത് സ്പെക്ടാക്കുലറാണ്. ഇത് ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന ദൃശ്യങ്ങളാണ്. ലോകത്തിന് മുന്നിൽ നമ്മൾ പറയുന്നു, ഞങ്ങളുടെ സൈനിക മൈറ്റിൽ ഞങ്ങൾ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അത്താവുള്ള തരാറിന് അവർ വിദേശകാര്യമന്ത്രി പറയുന്നത് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ചെയ്യാതിരിക്കലാണ് അവർക്ക് നല്ലത്. മേജർ രവി അല്ലേ, ചുരുങ്ങിയ വാക്കുകളിൽ? ഡെഫിനറ്റ് ആയിട്ടും കാരണം ഇപ്പൊ ഇന്ത്യ ഇത് ചെയ്തതിന്റെ അടുത്ത് തന്നെ ഇന്റർനാഷണൽ നമുക്ക് സപ്പോർട്ട് വരുന്ന എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് ഈ ബട്ടൺ അമർത്തിയിരിക്കുന്നത്. അല്ല അപ്പം പെട്ടെന്ന് അവര് സർപ്രൈസ് അല്ല, അവരും പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം എല്ലാവരും പ്രിപ്പയർഡ് ആകുമെന്ന് ഇരിക്കുന്ന സമയത്ത് അടിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്തെങ്കിലും റിട്ടാലിയേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ലാതെ അവർ ഞങ്ങളെ അറിയിച്ചില്ല. ഇത് എവ്രിബഡി ഒരു പ്രോപ്പർ സ്ട്രാറ്റജിക് വാർ പ്ലാനിങ് ആണത്. ഇപ്പം 22-ാം തീയതി തൊട്ടിട്ട് ഈ ദിവസം 6-ാം തീയതി രാത്രി അല്ലെങ്കിൽ 7-ാം തീയതി ഏർലി മോർണിംഗ് 1 മണി വരയ്ക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഈ ഒരു പ്ലാനിങ്. ഇതൊരു സാധാരണ അടിക്ക് പറ്റില്ല.
പെട്ടെന്നുള്ള വികാരത്തിൽ പോയി നമ്മൾ കയറി അടിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കറക്റ്റ് ആയിട്ടുള്ള LOC കൂടെയുള്ള ലൈൻ താഴത്തോട്ട് അപ് ടു മുൾത്താൻ സെക്ടർ വരയ്ക്ക് വരണമെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് പ്ലാനിങ് വിച്ച് വാസ് ഡൺ. ഇതൊരു 24 അവേഴ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളത്തിനെയും ഗവൺമെന്റിനെയാണ് നമുക്ക് കാണുന്നത് ഇപ്പം. ഇത് പലർക്കും ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണത്, എന്ത് ചെയ്തു എന്ന്. ഇനിയിപ്പോ ഇതിന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോ. ഇന്നലെ രാത്രിയും കൂടെ ഒരാള് ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നമ്മളെന്തോ ഗവൺമെന്റ് ഫെയിൽ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചെയ്തു, നിങ്ങൾ ഒരു വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം ചിലവാക്കിയതാണ് ഇതുപോലുള്ള ഒരു നോർമൽ കാട്ടില്. പിന്നെയാണ് ഈ 4 പേര്, അതല്ല ടാർഗറ്റ് വേറെയാണ്. അതിന്റെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ ഈ 4 പേരെ വിട്ടു, നിങ്ങൾ പോ എവിടെയാണെങ്കിലും. ശരിക്കും അതൊരു കവറപ്പ് ആയിരുന്നു അല്ലേ ആ സമയത്ത്? വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് ഹാസ് ടു ബി എ കവറപ്പ്. കാരണം എന്ന് വെച്ചാൽ മറ്റവൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു എനിമീനെ സക്സസ്ഫുൾ ആയിട്ട് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹി ഈസ് എക്സ്പെക്ടിങ് യു ടു ദ ലീസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അവൻ നിങ്ങളെ വിചാരിക്കാത്ത സ്ഥലത്ത് ആ സമയത്താണ് കയറേണ്ടത്. ഒരു മലയുണ്ടെങ്കിൽ ആ മലയുടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് ഡീപ്പാണ്, അതിൽ ഒരിക്കലും ശത്രു വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു 18 ഗ്രനേഡിയേഴ്സ് കാർഗിൽ വാറിനകത്ത് അറ്റാക്ക് ചെയ്ത പാകിസ്ഥാനി പോസ്റ്റ്. കാരണം അവന്മാർ ഇന്ത്യനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു, ഇന്ന സ്ഥലത്തൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പുറത്തുള്ള സ്റ്റീപ്പ് കട്ടാണ്, ഒരിക്കലും ആ സ്റ്റീപ്പ് കട്ട് കൂടെ ഒരാൾക്ക് മാനുഷികമായിട്ട് കയറി വരാൻ പറ്റുമെന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം ആ സൈഡിൽ കൂടെയാണ് കയറിപ്പോയതാണ്. അവിടെ പോയിട്ടാണ് ഇവന്മാരെ മുഴുവൻ അടിച്ച് നിരപ്പാക്കിയിട്ട് പോകുന്നത്. പ്രതികാരം തീർന്നത് അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്ന 18 ഗ്രനേഡിയേഴ്സിന്റെ ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിയലി അൺഎക്സ്പെക്ടഡ്, ലീസ്റ്റ്. അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇവർ ചെയ്ത് ഇനി നിങ്ങൾ എന്തെങ്കിലും തിരിച്ചടിക്കുകയാണ്. അപ്പൊ എന്താണ്, നമുക്ക് ഡീകോയ്സ് ഉണ്ടായിരിക്കും. ആ ഡീകോയ് എന്ന് പറയുന്നതാണ് ഈ 4 പേരെ നമ്മൾ തരാൻ വേണ്ടി കാട്ടിൽ പോകുന്നുള്ളത്. അപ്പൊ അവര് ഇവരെ 4 പേരുടെ പിറകിലാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും അവൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. തിരിച്ചെന്താണ് ഒരു റിട്ടാലിയേഷൻ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they didn't expect this thing.